ഗൾഫ് രാജ്യത്ത് നിന്നൊരു പൗരൻ കേരളത്തിലേക്ക് മടങ്ങി വന്ന്, ഒരു ചെറുപ്പക്കാരൻ, ഒരാദർശബോധമുള്ളവൻ ഇവിടേക്ക് തിരിച്ചു വന്ന് വിവാഹം ആലോചിച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, വേളി കഴിച്ച് തന്റെ മണിയറയിലേക്ക് കൊണ്ടുവന്നു. 2 മാസം അവർ നല്ല നിലയിൽ ജീവിച്ചു. അസൂയാവഹമായ ദാമ്പത്യം, ഒരിക്കലും തെറ്റാത്ത ദാമ്പത്യം. 2 മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് അയാൾ തിരിച്ചുപോയി. സന്തോഷത്തോടെ ഭാര്യയെ യാത്ര അയച്ചു, കണ്ണീരോടെ യാത്ര അയച്ചു. 10 ദിവസം കഴിഞ്ഞ് ഭർത്താവിന്റെ ഫോണിലേക്ക് ഭാര്യയെ കുറിച്ച് ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. എന്താ പ്രശ്നം? അവര് പറഞ്ഞു, നിന്റെ ഭാര്യക്ക് ക്യാൻസർ ആണ്. പെട്ടെന്നാണ് മനസ്സിലായത്. 4 സ്റ്റേജും കഴിഞ്ഞു എന്നാ പറയുന്നത്. 2 മാസം നല്ലോണം ജീവിച്ച് 4 സ്റ്റേജും ക്യാൻസർ കഴിഞ്ഞൊരു പെണ്ണ്. അപ്പൊ അവന്റെ മാതാപിതാക്കൾ അവനോട് പറയാണ്, ദുബായിലെ ചെറുപ്പക്കാരനോട് പറയാണ്, അവളെ ഒഴിവായിക്കോ. അവളുടെ മാതാപിതാക്കളും പറയാ ഒഴിവായിക്കോ. പിന്നാരെ ഒഴിവാക്കാത്തത്? ഈ ഭാരം എന്തിനു ചുമക്കണം? അടുത്ത ദിവസം മരിച്ചു. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഡോക്ടറെ കൊണ്ട് ഈ ദുബായിലെ ചെറുപ്പക്കാരനെ വിളിപ്പിക്കാൻ 2 മാസം ഈ പെണ്ണിന്റെ കൂടെ ജീവിച്ച്, ശരീരം പങ്കുവെച്ച്, മനസ്സ് പങ്കുവെച്ച് ജീവിച്ച ആ സംഭവത്തെ ഒഴിവാക്കാൻ. അപ്പൊ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഡോക്ടറാണ് ഞാനാ അവളെ നോക്കുന്നത്, അവിടെ രക്ഷപ്പെടില്ല. ക്യാൻസറിന്റെ എല്ലാ മേഖലയും പഠിച്ച ഒരാളാണ് ഞാൻ, ഇരുത്തം വന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് അവൾ മരിച്ചു പോകും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ, മുജാഹിദായ ഈ ചെറുപ്പക്കാരൻ, സെലഫിയായ ഈ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഡോക്ടറെ, മരിച്ചു പോകും എന്ന് പറയാനല്ല നിങ്ങൾ ഡോക്ടറായത്, ജീവിക്കും എന്ന പ്രതീക്ഷ നൽകാനാണ്. ജീവിതവും മരണവും പടച്ചോൻ തരുന്നതാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ചികിത്സിച്ചോളൂ, അവിടെ രക്ഷപ്പെടുമോ ഇല്ലേ എന്നത് പടച്ചവന്റെ തീരുമാനമാണ്. എന്ന തത്വത്തിന്മേലാണ്. അങ്ങനെ വിമാനത്തിൽ കയറി ഗദ്ഗദകണ്ഠനായി, ദുഃഖിതനായി, ഖിന്നിതനായി ഈ മഹാപൗരൻ ഈ ഡോക്ടറുടെ ക്യാബിനിലേക്ക് വരികയാണ്. ഫ്ലൈറ്റ് ഇറങ്ങി ഈ ഡോക്ടറുടെ ക്യാബിനിലേക്ക് വരിക. ക്യാബിനിൽ വന്ന് ഡോക്ടറെ കണ്ടു. ഞാനാണ് ആ ചെറുപ്പക്കാരൻ, നിങ്ങൾ ഫോൺ ചെയ്ത, നിങ്ങൾ പറഞ്ഞ ആ 4 സ്റ്റേജും കഴിഞ്ഞ രോഗിയുടെ ഭർത്താവാണ് ഞാൻ. അപ്പൊ ആ ഹൈന്ദവനായ ഡോക്ടർ പറഞ്ഞു, പോനെ, ആശ്ചര്യമാണ് നീ എനിക്ക്, അത്ഭുതമാണ് നീ എനിക്ക്, നീ എന്ന വ്യക്തി എനിക്ക് അത്ഭുതമാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഡോക്ടറെ, ഞാനൊരു മുസ്ലിമാണ്, സർവോപരി ഏകദൈവ വിശ്വാസിയാണ്. എന്റെ ഭാര്യ 2 മാസങ്ങൾക്ക് മുമ്പ് അവളുടെ ഉപ്പ ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ എന്റെ വലത്തെ കയ്യിൽ അവളെ ഏൽപ്പിച്ചതിനെ ഇസ്ലാമിൽ പറയാ ഒരു മീസാക്കൻ വലിയ എന്ന്, സുദൃഢമായ കരാറ് എന്നാണ് പറയുക. എന്താണ് സുദൃഢമായ കരാർ? അവൾക്ക് രോഗം വന്നത് അവളുടെ കുറ്റം കൊണ്ടല്ല, അവൾക്ക് രോഗമാണെന്ന് അവളുടെ മാതാപിതാക്കൾക്കറിയില്ല, അവൾക്കറിയില്ല, എനിക്കറിയില്ല. അവൾ എന്ന ഭാരത്തെ എന്റെ ചുമലിൽ അവരാരും കെട്ടിവെച്ചതല്ല. നാളെ അതെനിക്കായിരുന്നെങ്കിലോ? അതുകൊണ്ട് ഡോക്ടറെ, അവൾ എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയായ അവൾ മരിക്കട്ടെ, അവൾ ജീവിക്കട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ റബ്ബ് എനിക്ക് വിധിച്ച എന്റെ ആത്മാവിന്റെ പാതി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 187-ാമത്തെ വചനത്തിൽ അതിന്റെ മഹത്വത്തെ, അതിന്റെ മേന്മയെ എന്റെ നെഞ്ചിന്റെ കഴിവിന്റെ പുറത്തേക്ക് എനിക്ക് വിവരിക്കാനാവില്ല. വസ്ത്രം പോലെയാണ്. നോക്കൂ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം എന്റെ സ്കിന്നിനോട് ഇപ്പോൾ ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. സമ്മതിച്ചോ നിങ്ങൾ? അല്ല പറഞ്ഞ വാക്കാണ്, നീ അവൾക്ക് വസ്ത്രമാണ്, അവൾ നിനക്കും വസ്ത്രമാണ്. എന്തിനാ വസ്ത്രം? ഒന്ന് സൗന്ദര്യത്തെ ഉദ്ദീപിപ്പിക്കാനാണ്, വർദ്ധിപ്പിക്കാനാണ്. ഒരു ഡ്രസ് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. ഭർത്താവിന്റെ ആന്തരിക ബാഹ്യ സൗന്ദര്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന, അവന്റെ മേന്മയെ, അവന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവളാണ് പെണ്ണ്. മാത്രവുമല്ല, മൂന്നാമത്തേത്, ഈ ഡ്രസ് എത്ര ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ ചേർന്ന് നിൽക്കുന്നവളാണ് ഭാര്യ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നിങ്ങൾ, എത്ര വലിയ ഗംഭീരമായ ഒരാശയത്തെയാണ് ആ വാചകം പറയുന്നത്. ഷർട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ ശരീരത്തിലെ ന്യൂനത മറച്ചു വെക്കുക എന്നാണ്. കറുത്ത പാടോ, ആർക്കും കാണാൻ പറ്റാത്ത മുറിവോ
ഒക്കെ മറച്ചു വെക്കുക. ഭാര്യയുടെ ന്യൂനത മറച്ചു വെക്കുന്ന വസ്ത്രമാണ് ഭർത്താവ്, ഭർത്താവിന്റെ ന്യൂനത മറച്ചു വെക്കുന്ന വസ്ത്രമാണ് ഭാര്യ. അതെ, ഭർത്താവിന്റെ മുമ്പിൽ ചിരിക്കുന്നു, ഭാര്യയുടെ മുമ്പിൽ ചിരിക്കുന്നു, അവരെ ചതിക്കുന്നു എന്നതല്ല ഈ ഖുർആനിക വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഒരു പെണ്ണിനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നത് 4 കാരണങ്ങളെ മുൻനിർത്തിയാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വ്യാഖ്യാനം, പ്രവാചക തിരുമേനിയുടെ വചനം 16-ാം അധ്യായം 46-ാമത്തെ വചനമാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. പ്രവാചകൻ പറഞ്ഞു, തുൽഖഉൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിയസ്ബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. ഈ ഹദീസ് കേൾക്കാത്തവരില്ല. എന്നാൽ ഈ ഹദീസിന്റെ ഗൗരവം എത്ര പേർ ഓർത്തിട്ടുണ്ട്? ഒരു പെണ്ണ് വിവാഹിതയാകുന്നത് സൗന്ദര്യത്തെ മുൻനിർത്തിയാണെന്ന് തിരുദൂതർ. അങ്ങനെ വരാം. 2 തറവാടിത്തം, 3 സമ്പന്നത, 4 മതം. എന്നിട്ട് തിരുദൂതർ, കാരുണ്യത്തിന്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിച്ചു, നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും മതമുള്ളവളെ കല്യാണം കഴിച്ചു. സ്വാഭാവികമായും ഒരു ചോദ്യം, ഈ സമ്മേളനം വൈജ്ഞാനികമായതുകൊണ്ട്, വൈജ്ഞാനികമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം, എന്താണ് മതം? ദീനുള്ള പെണ്ണിനെ എന്ന് റസൂല് പറയുമ്പോൾ ആ ദീൻ എന്താണ്? അത്ര പ്രിയങ്കരമാകും എന്റെ അടുത്ത വാചകം എന്ന് എനിക്ക് അഭിപ്രായമില്ല. എങ്ങനെ, എത്ര പ്രിയങ്കരമായി തീരുമെന്ന് ഞാൻ പറയുന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഹഖ തിലാവത്ത് നടത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ദീൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബയ്യിനയിലെ 5-ാമത്തെ വചനത്തിൽ ഒരു ആയത്ത് പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാഹ വയുതുൽ സക്കാ വദാലിക ദീനുൽ ഖയ്യിം. എന്താ നേരത്തെ പറഞ്ഞത്? മതനിഷ്ഠയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം. അപ്പൊ എന്താ വദാലിക ദീനുൽ ഖയ്യിം? എന്താ ദീന്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന ഒരു പെണ്ണിനെ അല്ലാതെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞതാ. മുജാഹിദ് ബാദ്ശാഹി മൊയ്തീൻ ശൈഖിനെ മുദബ്ബിറുൽ കാണുന്ന ഒരാളെ നിങ്ങൾ ഇണയാക്കരുത് എന്ന് ലോക ഗുരു അള്ളാഹുവിന്റെ ഗ്രന്ഥവും. സംശയമുണ്ടോ? സംശയം. വമാ ഉമിറു, ഞാൻ കൽപ്പിച്ചിട്ടില്ല. എന്ത് ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മുഖ്ലിസിനെ കീവണക്കം അള്ളാഹുവിനായി കാപട്യലേശമന്യേ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ് നാം അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇബാദത്ത്? അദ്ദുആ വൽ ഇബാദ. അദ്ദുആ വൽ ഇബാദ, പ്രാർത്ഥന, അത് തന്നെയാണ് ആരാധന. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. 40-ാം അധ്യായം 60-ാമത്തെ വചനം. ഖുൽ ഇന്നമാ ദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ പ്രവാചക, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല. അപ്പൊ എന്താ ഇബാദത്ത്? ദുആ ആണ് ഇബാദത്ത്. അല്ലാഹനെ മാത്രം ദുആ ചെയ്യും എന്നുറച്ചു തീരുമാനിക്കുന്ന ഒരു പെണ്ണിനെയാണ് നമ്മുടെ ആൺകുട്ടിക്ക് ഇണയാക്കേണ്ടത് എന്ന് അല്ലാഹു 18-ാം അധ്യായം സൂറത്ത് കഹ്ഫ് വെറുതെ വായിപ്പിച്ചല്ല. അതിലും അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹനെ മാത്രം വിളിക്കുന്ന പുരുഷനെ നീ കല്യാണം കഴിച്ചു. അങ്ങനെ പറയുന്നുണ്ട് ഖുർആൻ. അങ്ങനെ പറയുന്നുണ്ട് ഖുർആൻ. അതാണ് ഹഖ തിലാവത്ത്. അത് നടത്താത്തവർക്ക് വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ ആ ഖുർആൻ പറയുന്നത്? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അടുത്ത വാചകം എന്താ? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രത്യേകത എന്തായിരുന്നു? 14 ലോകങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനോടല്ലാതെ ഞങ്ങൾ ദുആ ചെയ്യില്ല. അല്ലല്ലാതെ മലക്കിനോട് ദുആ ചെയ്താൽ, ആയത്തിലാട്ടുള്ളത്, മുജാഹിദിന്റെ വകയല്ല, അവര് പ്രഖ്യാപിക്കാൻ, ഞങ്ങൾ മലക്കുകളെ വിളിച്ച് ദുആ ചെയ്താൽ, ഞങ്ങൾ ജിന്നുകളെ വിളിച്ച് ദുആ ചെയ്താൽ, ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്താൽ അന്യായമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ അന്യായം ഞങ്ങൾ ചെയ്യില്ല. അപ്പൊ ഫൽഫർ ബിദാത്തിദ്ദീന്റെ അർത്ഥം എന്താ? അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കുട്ടിനെയും ജീവിത പങ്കാളിയാക്കരുത്.